ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായിണ്ടാവും അല്ലേ? നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ് ആണ്. അപ്പം ഒരു ചെറിയ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. പർച്ചേസിങ്ങിന് വരുമ്പോൾ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിരുന്നു. അവിടെ പോകണം, ഈ കടയിൽ പോകണം, ആ കടയിൽ പോകണം. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററി ലോ ആവാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും കുടിക്കണം കഴിക്കണം എന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളെ വൈബിനനുസരിച്ചിട്ടുള്ളൊരു കട ഈ ഏരിയയിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അതിനെ പറ്റി സംസാരിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പം ഒരു യെല്ലോ കളർ ബോർഡ് കണ്ടത്. അപ്പൊ ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു ബോർഡാണല്ലോ എന്ന് വിചാരിച്ച് നേരെ ചെന്ന് നോക്കിയപ്പം SM സ്ട്രീറ്റ് കഫേ റെസ്റ്റോറന്റ് ട്ടോ. അപ്പൊ മുന്നിൽ തന്നെ നല്ല അടിപൊളി മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സംശയമൊന്നുമില്ല, നമ്മൾ എത്തിയ സ്ഥലം തെറ്റിയില്ല എന്ന് വിചാരിച്ച് നേരെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു തണുത്ത കാറ്റാ വഴി വന്നു. അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പം പിന്നെ ഒന്നോ രണ്ടോ സീറ്റാണല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങാന്നുള്ളതായപ്പം അവര് പറഞ്ഞു മുകളിലും സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ മുകളിൽ നോക്കിയപ്പോൾ നല്ല വിശാലമായിട്ട് സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു വിശാലമായ സീറ്റിൽ ഇരുന്നിട്ട് നല്ല ആർഭാടമായിട്ട് കുറച്ച് അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് SM സ്ട്രീറ്റ് കഫേ സ്പെഷ്യൽ ഷവർമ ആയിരുന്നു. രണ്ടാമതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രില്ലഡ് ചിക്കൻ സാൻഡ്വിച്ചും. മൂന്നാമതായിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഒരു ചാർക്കോൾ ബീഫ് മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ആപ്പിളും പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അറബിക് ഫാലോദിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കിട്ടി. അപ്പം ഷവർമ ഒക്കെ സ്പെഷ്യൽ ആയിട്ടാണ് ട്ടോ പ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നല്ല റുമാലി റൊട്ടിയിൽ റാപ്പ് ചെയ്തിട്ട് ഒരു അടിപൊളി ഷവർമയായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ട്ടോ. അതിന്റെ ഡിപ്പിന്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, അടിപൊളിയായിരുന്നു. അത് എന്താ പറയാ, ഒരു സൂപ്പർ ആയിട്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ചിന് നോക്കുകയാണെങ്കിൽ നല്ല എന്താ പറയാ, ജ്യൂസി ആയിട്ട് വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒതന്റിക് സ്റ്റൈലിലുള്ള ഒതന്റിക് ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചാർക്കോൾ മന്തി ആയിരുന്നു കേട്ടോ. ബീഫ് ചാർക്കോൾ മന്തി ആയിരുന്നു. 4 സൈഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതിന്റെ റൈസ് ഒക്കെ എന്ത് ടേസ്റ്റാന്നറിയോ, നല്ല എന്താ പറയാ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. മന്തി മാത്രല്ല, നല്ല അടിപൊളി ഷവായും അൽഫാമും മധുഹൂത്തും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഗ്രീൻ ആപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എല്ലായിടത്തുള്ള പോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അറബിക് ഫാലുദ, അതിനെ കുറിച്ചും പറയാതെ വയ്യ കേട്ടോ. ഒരുപാട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകെ മൊത്തം അടിപൊളിയായിരുന്നു. അപ്പൊ ഇവര് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും കൂടാണ് ഇവരുടെ ഈ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബർത്ത്ഡേ പാർട്ടീസ്, അതുപോലെ തന്നെ ഈ ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. ബൈ.